വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എടപ്പള്ളിക്കടുത്തായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസുമായിട്ടാണ്. 3.25 സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളായിട്ട് വരുന്ന ഒരു വീടാണ് ഇത്. ഈ വീടിന് താഴെയും മുകളിലുമായിട്ട് 2 BHK വീതം റെൻറ്റിന് കൊടുക്കാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 50 മീറ്റർ, സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലേക്ക് 1 കിലോമീറ്റർ, രാജഗിരി സ്കൂളിലേക്ക് 3 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷനിലേക്ക് 3 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്റർ, എടപ്പള്ളി ലുലു മോളിലേക്ക് 4 കിലോമീറ്റർ, കാക്കനാടേക്ക് 9.5 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് 9.5 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 9.4 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 21 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസായി വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ പെയിന്റ് വർക്കും പെർമനന്റ് ഗ്ലാസ് വിൻഡോസും സ്ക്വയർ ട്യൂബ് വർക്കും വളരെ ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനുമാണ് നൽകിയിരിക്കുന്നത്. 3.5 മീറ്ററോളമാണ് ഇവിടെ ഇന്റേണൽ റോഡ് വരുന്നത്. റോഡിന്റെ വർക്കിനി കംപ്ലീറ്റ് ആവാനായിട്ട് ഉണ്ട്. വളരെ സിമ്പിളായി നിർമ്മിച്ച ഒരു കോമ്പൗണ്ട് വാളാണ് ഈ ഒരു വീടിന് ഉള്ളത്. 4.4 മീറ്ററോളമാണ് ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പ കല്ലുകൾ പാകിയ വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് കാർ പാർക്കിംഗ് വരുന്നത്. 15 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് ഇവിടെയായിട്ട് ലഭിക്കുന്നത്. ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ KW വാട്ടർ കണക്ഷന്റെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ നിന്ന് വീടിന്റെ ഫ്രണ്ട് സൈഡായ വെസ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 9 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെയും വിട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. വീടിന്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് നൽകിയിരിക്കുന്നത്. സൈഡിലായിട്ട് ടാപ്പ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചെറിയ ഗാർഡൻ ചെയ്യാനുള്ള സ്പേസും വരുന്നുണ്ട്. വീടിന്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3.5 അടിയിലേറെയാണ് വിട്ട് വരുന്നത്. ഇവിടെ ഇന്റർലോക്ക് കട്ടകളാണ് വരുന്നത്. ബാക്കിലായിട്ട് കാണുന്നത് വർക്ക് ഏരിയയാണ്. വീടിന്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും 3 അടിയോളമാണ് വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ 4 സൈഡും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മെയിൻ ഡോർ വെസ്റ്റിലേക്കാണ് നൽകിയിരിക്കുന്നത്. മഹാഗണിയിലാണ് മെയിൻ ഡോർ വന്നിരിക്കുന്നത്. 2 പാളികളായിട്ട് ഭംഗിയുള്ള ഡിസൈനിലാണ് മെയിൻ ഡോർ വരുന്നത്. വലുപ്പമുള്ള ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നോർത്തിലേക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാനുള്ള മെയിൻ ഡോറും വന്നിട്ടുണ്ട്. ഇതും മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. 23 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് സ്പേസിന് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു 2 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പോർഷൻ വന്നിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. ഇത് കൂടാതെ ഈ ഒരു ലിവിംഗ് സ്പേസിന്റെ ഒരു കോർണറിൽ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് പോകാനായിട്ട് ഒരു ഡോർ കൂടി നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ്, ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിന്റെ പോർഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. നോർത്തിലേക്ക് ഒരു 4 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഭംഗിയുള്ള സീലിംഗ് ഫാനും ഈ ഒരു ഡൈനിങ് സ്പേസിന് നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് കിച്ചണിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ വീട്ടിൽ ഹാവൽസിന്റെ സ്വിച്ചസും വികാന്റെ വയസ്സുമാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലുകളാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ക്ലോസ്ഡ് കിച്ചണിലേക്ക് വരാം. സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസും ഓപ്പൺ ബോക്സും വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സിങ്കും ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും ഒക്കെ ഈ ഒരു കിച്ചണിൽ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. കിച്ചൺ കൂടാതെ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയ കൂടി ലഭിക്കുന്നുണ്ട്. ഷീറ്റിട്ട് ഫുള്ളി കവർ ചെയ്തെടുത്ത് 2 സൈഡിലേക്കും ഗ്രിൽ ഡോറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു കൗണ്ടർ ടോപ്പ് ലഭിക്കുന്നുണ്ട്. വലിപ്പമുള്ളൊരു സിങ്ക് ഉണ്ട്, ഒരു ടാപ്പ് ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു പവർ പോയിന്റ് കൂടി ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. സ്കിൻ ഡോർ ആണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. 10 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും വരുന്നുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള ഒരു 3 ഡോറിന്റെ വാൾഡ്രോബും വരുന്നുണ്ട്.
ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും എല്ലാം തന്നെ ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 10.5 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും ഈ ഒരു ബെഡ്റൂമിലും വരുന്നുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിന്റെ വലുപ്പമുള്ളൊരു വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു മെയിൻ ഡോർ വഴിയാണ് നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് വരുന്നത്. മുകളിലത്തെ നിലയിലേക്കുള്ള സ്റ്റെയറിൻ്റെ താഴെയായിട്ട് 2 ഇൻവെർട്ടർ എന്നുള്ള കണക്ഷൻസ് ആണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പുകളെല്ലാം തന്നെ ടൈലിലാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും MS യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ വെസ്റ്റിലേക്ക് പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോസ് നൽകിയിട്ടുണ്ട്. അതിന് പ്രൊട്ടക്ഷനായിട്ട് ഗ്രില്ലും വരുന്നുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന് തന്നെ ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു ഓപ്പണിംഗ് കൂടി വരുന്നുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ് വരുന്നത്. പിന്നീട് നമ്മൾ വരുന്നത് ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് സ്പേസിനും താഴത്തെ നിലയിലെ അതേ മെഷർമെൻറ്റ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ വെസ്റ്റിലേക്കും നോർത്തിലേക്കുമുള്ള വിൻഡോകളും TV യൂട്ടിൻ്റെ പൊസിഷനും ബെഡ്റൂമിൻ്റെ പൊസിഷനും കിച്ചണും എല്ലാം തന്നെ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ ഒരു കോർണറിലേക്ക് മാറി താഴത്തെ നിലയിലേക്ക് പോലെ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിലെ പോലെ തന്നെ സെയിം ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് കിച്ചണാണ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് കൂടി ലഭിക്കുന്നുണ്ട്. ഹാൻഡ് റെയിൽ MS-ലാണ്. നമുക്ക് വാഷിംഗ് മെഷീൻ ഒരു പോയിന്റും ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. സ്കിൻ ഡോർ ആണ് വരുന്നത്. താഴത്തെ നിലയിലെ അതേ മെഷർമെൻറ്റ് തന്നെയാണ് വരുന്നത്. 10.5 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണുള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. സീലിംഗ് എല്ലാം അതുപോലെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വലിപ്പമുള്ള വാൾഡ്രോബും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് വരുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ സ്കിൻ ഡോർ ആണ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് 10.5 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് വരുന്നത്. സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോർണറിലേക്ക് വലുപ്പമുള്ളൊരു വാർഡ്രോബും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണി വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് ഇവിടെ ലഭിക്കുന്നത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഓപ്പൺ സ്പേസ് ആണ് വരുന്നത്. മുകളിൽ പർഗോളകളാണ് നൽകിയിരിക്കുന്നത്. 3.25 സെന്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റ് 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും 2 കാർ പാർക്കിംഗ് സ്പേസോട് കൂടി ഈ ഒരു വീടിന് ചോദിക്കുന്നത് 1,10,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റെക്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.